നല്ല ഫ്രഷ് മീൻ കിട്ടുവാന്നേൽ കണ്ണും പൂട്ടി ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കിടിലോസ്കി ഐറ്റമാണ് ഈ കുരുമുളക് മസാല. അപ്പം ആദ്യം തന്നെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള ഉപ്പും മഞ്ഞളും കുരുമുളകും വെള്ളത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള എളുപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് അത് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇനി വെളിച്ചെണ്ണയിൽ ഓരോ വശവും 2-3 മിനിറ്റ് ധാരാളം മതി കേട്ടോ. നാമത് കനം കുറഞ്ഞരിഞ്ഞിരിക്കുവാണ്. ബാക്കി കുക്കിംഗ് ഒക്കെ മസാലയ്ക്കകത്തങ്ങ് നടന്നോളും. ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എണ്ണയിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റിക്കോ. ബാക്കി എണ്ണയിലോട്ട് ഇച്ചിരി കടുക് ഉലുവയിട്ട് പൊട്ടിച്ച് അല്ല കുനുകുനാന്നരിഞ്ഞ നമ്മുടെ ഉള്ളി, വലിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നല്ല ഗോൾഡൻ കളറിൽ മുരിയിച്ചെടുക്കണം. ഇത് ഇച്ചിരി ടൈം എടുക്കും. ഇനി അതിലോട്ട് നല്ല കൊത്തി അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പൊടികളായിട്ട് വളരെ കുറച്ച് മുളകും മല്ലിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 1.5 തക്കാളി, അല്ലെങ്കിൽ നല്ല വലിയ സൈസാണെങ്കിൽ 1 മതിയാവും. ഇനി അതൊന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് കുതിർത്ത കുടംപുളിയും നല്ല തിളച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് തൊട്ടെ. അത് കഴിഞ്ഞിട്ട് ആ പുളിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആ നേരത്തെ വറുത്ത മീൻ ഇതിലേക്ക് ചേർത്ത് ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് നല്ല കുറഞ്ഞ തീയിലൊരു 5 മിനിറ്റ് ഒന്ന് വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പം മീനിൽ ഈ മസാലയൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് പിടിച്ച് നല്ല സെറ്റായിട്ട് വരും. ഇപ്പം തന്നെ ഇത് വേറെ ലെവലാണ്. പക്ഷേ ഇതിനെ പെപ്പർ മസാലയാക്കുന്നത് ഈ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളകും പെരുംജീരകം. 1 ടേബിൾ സ്പൂൺ കുരുമുളകിന് 1/2 ടേബിൾ സ്പൂൺ പെരുംജീരക പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മറിച്ച് നല്ല ചൂടോടെ അങ്ങോട്ട് വിളമ്പിക്കോ. നല്ല കിടിലോസ്കി പെപ്പർ മസാല. ചോറിനും നന്നായിരിക്കും, പക്ഷെ പുട്ടിന് വെടിയപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ അടാറ് കോമ്പിനേഷനാണ്. നെമ്മീൻ തന്നെ വേണോ നിർബന്ധമില്ല, വേറെ ഏത് മീനും ട്രൈ ചെയ്യാം.